നമ്മുടെ ലൈഫിലും നമ്മുടെ റിലേഷൻഷിപ്പിലും എല്ലാം നമുക്ക് അതിരുകൾ വേണം. നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ആ ബന്ധത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എൻ്റേതെന്ന് കരുതുന്ന ആൾ എന്നോട് നോ പറയരുത്. നിങ്ങളുടെ വളരെ നല്ല സുഹൃത്താണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബൗണ്ടറിനെ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ്. ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ടാവാനും സാധ്യതയുണ്ട്. അതേ മെച്യൂരിറ്റിയോട് കൂടി നമ്മൾ പറയുന്ന ഈ ഫിലോസഫി അപ്പുറം നിൽക്കുന്ന ആൾക്ക് അവർക്ക് മനസ്സിലാവണം. അതായത് ബന്ധങ്ങൾ ഭാരമായിട്ട് മാറരുത്. അതായത് ഒരു ബൗണ്ടറി വരച്ചു കഴിയുമ്പോൾ കുറച്ച് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് ഈസ് നാച്ചുറൽ. പക്ഷെ ആ ഗിൽറ്റ് ഫീൽ ചെയ്തു എന്ന് കരുതി നമ്മൾ ആ ബൗണ്ടറി മായ്ച്ചു കളഞ്ഞിട്ട് നമ്മളെടുത്ത നിലപാടിൽ നിന്ന് പിന്മാറരുത്. കാരണം ആ ലൂപ്പിലേക്ക് നമ്മൾ പിന്നെയും. ക്രിസ്റ്റീന, എന്താണ് ഈ അതിരുകൾ? ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ പാക് ബോർഡർ എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ വരാൻ പോകുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. ഒരു വീടിന്റെ അതിരുകളില്ലേ? ബോർഡർ മതിൽ കെട്ടുന്ന സംഭവം. അതിര്, ബൗണ്ടറി, അതെന്തിനാണ് ഒരു വീടിന്? ഞാൻ പറയും ആൾക്കാരിങ്ങനെ നമ്മളെ ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ക്രിസ്റ്റീനയുടെ വീട്ടിൽ അതില്ലെങ്കിൽ ആൾക്കാർ ഇടിച്ചു കയറുമോ? ആരും വരൂല. പക്ഷെ നമ്മുടേതാന്നേ നമ്മള് പറഞ്ഞു വെക്കുന്നതാ. ഇങ്ങനെ അതിര് കെട്ടിയിട്ട് ഇത് എന്റേതാന്ന് പറയില്ലേ? അതായത് എന്റെ പ്രോപ്പർട്ടിയാണ്, ഇത് എന്റെ സ്വന്തമാണ്, ഇതിനിപ്പുറത്തേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഞാൻ അനുവദിക്കണം. അതാണ് നല്ലൊരു അതിർവരമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലും നമ്മുടെ റിലേഷൻഷിപ്പിലും എല്ലാം നമുക്ക് അതിരുകൾ വേണം. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മുടെ ഇപ്പം ഓഫീസ് ലൈഫിലാണെങ്കിലും എവിടെയാണെങ്കിലും, നമ്മൾ സൗഹൃദങ്ങളിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ആ ബന്ധത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് നമ്മൾ ഇപ്പം നമ്മൾ പറയില്ലേ, കുറച്ച് അകലത്തിലിരുന്നാൽ ചിലപ്പോൾ ആ ബന്ധം ഭംഗിയിലായിരിക്കും എന്ന് പറയില്ലേ? നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നില്ലേ, നല്ല വേലി നല്ല അയൽക്കാരെ ഉണ്ടാക്കുന്നു. അങ്ങനെയെന്തോ ആണ്. എപ്പോഴും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയില്ല, രണ്ട് ഫ്രണ്ട്സ്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ കസിൻസ് ഒക്കെ ഹൗസിലേക്ക് പറയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഞാൻ റൂം ഷെയർ ചെയ്യാറില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കൂടെ നടക്കുന്നല്ലേ, ചേച്ചിമാരെന്താ അങ്ങനെ നിൽക്കാത്തെ എന്നൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഒരുമിച്ച് അവർ നിൽക്കാത്ത, അത്രയും സമയം കിട്ടൂലേ എന്നൊക്കെ. പക്ഷെ അപ്പം എൻ്റെ കസിൻ എന്നോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഒരുമിച്ച് നിന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, ഇഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ ചെറിയൊരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആ ബന്ധത്തെ ബാധിക്കും. അപ്പൊ നമ്മൾ രണ്ട് റൂമിലായി തന്നെ നിൽക്കാം എന്നുള്ള തീരുമാനം. എന്നാൽ നമ്മൾ ബാക്കി സമയങ്ങളിൽ ഒരുമിച്ച് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ബന്ധങ്ങൾ മനോഹരമാകാൻ വേണ്ടിയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ നമ്മളുണ്ടല്ലോ, ഇപ്പൊ ഒരു ബന്ധത്തില് ബൗണ്ടറി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു അതിർവരമ്പ് വെക്കുക എന്ന് പറയുമ്പോൾ 90% ആൾക്കാരും അതിനെ നെഗറ്റീവായിട്ടേ കാണുള്ളൂ, അല്ലേ? ഇന്നും എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത, എന്തിനാണത് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അതായത് ഇന്നത് വരെ മതി, ഇന്നത് അപ്പുറത്തേക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പാടില്ലായ്മ, എന്തോ ഒരു നടക്കരുതായിക ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായി പോകും, ഹാർഷായി പോകും, നമ്മൾ ഒരു കൈൻഡ് അല്ലാതെ പോലെ ആയിപ്പോവും എന്നൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ആള് എന്നുള്ളതാണ്. ഇപ്പം പാർവതി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും ഒപ്പം നിൽക്കണം. ഞാനിപ്പം ചായ കുടിക്കാൻ വിളിക്കുകയാണെന്ന് വെച്ചോ, അപ്പം ചേച്ചിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ എന്നോട് പറയാണ് ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഞാനത് ഇപ്പോഴും സൈഡിൽ ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്, ഓക്കെ ആൾ ഓക്കെ അല്ല, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് ആള് ഫ്രീ ആകുമ്പോൾ ആളെ കൂട്ടിയിട്ട് പോവാം. പക്ഷെ എന്താ ഞാനപ്പം അപ്പം നോർമൽ ഒരു കേസിൽ നമ്മൾ ചിന്തിക്കാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ, എനിക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. എന്താ ആൾക്ക് മനസ്സിലാവാത്തത്, എന്താ ആള് വരാത്തത്? അതായത് എൻ്റേതാണെങ്കിൽ ഞാൻ എപ്പോൾ വിളിച്ചാലും ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാനും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം അവൈലബിൾ ആയിരിക്കണം എന്നോട് നോ പറയരുത്. അത് ബേസിക് അതാണ്. അതായത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റേതെന്ന് കരുതുന്ന ആൾ എന്നോട് നോ പറയരുത്. അത് നമ്മൾ ചെറുപ്പം തൊട്ട് ശീലിക്കുന്നതാണ്. കാരണം നമ്മൾ സൗഹൃദങ്ങളിലൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അടുത്താണ് മീ ടൈമിനെ കുറിച്ചാണെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആളുകൾ കുറച്ചും കൂടിയൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും ആളുകൾക്ക് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്ന് പറയുമ്പം അതെന്തിനാ
നിനക്ക് ഞാനറിയാത്ത എന്ത് കാര്യമുള്ള, നിനക്ക് എന്നെ കൂടാതെ എന്താ ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യം ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്കൊന്നും കൃത്യമായ ധാരണയില്ല. സ്ഥിരമായിട്ട് വീടുകളിലും ഒക്കെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വീട്ടിലത്തെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനായിക്കോട്ടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക, അവർക്ക് ജോലി സ്ഥലത്ത് 100,000 ടെൻഷനിലുണ്ടായിട്ടുണ്ടാവാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് സമാധാനമായിട്ട് ഒന്ന് സംസാരിക്കാതെ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുടെ അടുത്തായിരിക്കും ചിലപ്പോൾ ഭാര്യയോ മക്കളോ ഒക്കെ വന്നിട്ട് അന്നത്തെ വിശേഷം മുഴുവൻ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇയാൾ പറയാണ്, എടി എനിക്കൊരു അരമണിക്കൂർ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സമയം വേണം, അത് കഴിഞ്ഞിട്ട് നീ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരത് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അയാളുടെ ടൈം പിടിച്ചു വയ്ക്കാൻ നോക്കുകയാണെങ്കിൽ അയാൾ ഒരു പക്ഷേ ഇരുന്ന് തരും, പക്ഷെ അറ്റൻഷൻ ഉണ്ടാവില്ല, അയാൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലുണ്ടാവില്ല, അത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല ആ ടോപ്പിക്കിൽ. അതേ സമയത്ത് അയാൾ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് കൂൾ ഡൗൺ ആയി ഓക്കെ സെറ്റ്, ഓഫീസ് വേറെ വീട് വേറെ എന്നുള്ള മൈൻഡിലേക്കൊക്കെ എത്തി വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അയാൾക്ക് അതിൽ ഇൻവോൾവ് ആവാൻ പറ്റും. ഇതേപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാരെ കാണാറുണ്ട്, ഫുൾ ടൈം പണിയാണ്. എന്താന്ന് അറിഞ്ഞൂടെ അവർക്ക് എപ്പോഴും പണിയാണ്. അത് കഴിഞ്ഞായിരിക്കും ഒരു 10 മിനിറ്റ് ഒന്ന് നടുനിവർത്തട്ടെ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കട്ടെ, ഇനി ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ മമ്മി ഇത് ചെയ്ത് തരുമോ, അത് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ചായ ഒന്നും ഉണ്ടാവില്ല, ഫാൻ്റെ സ്വിച്ച് ഇട്ട് തരുമോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരും നമ്മൾ മനസ്സിലാക്കണം, അവർക്കും ഒരു 10 മിനിറ്റ് ഇപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിന്ന് മാത്രമല്ല ഇമോഷണൽ ആക്ടിവിറ്റീസിൽ നിന്നും ഒരു ബ്രേക്ക് അവർക്ക് വേണം തോന്നിയാൽ അത് പറയാൻ അവർക്ക് കഴിയണം. അതായത് അവരുടെ ചുറ്റിനും അവർക്കും ഒരു ബൗണ്ടറി വരയ്ക്കാൻ പറ്റണം. എനിക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കണം, ഒരു 10-15 മിനിറ്റ് ഞാനിവിടെ ഇല്ലെങ്കിൽ അപ്പനും മക്കളോട് എന്തെങ്കിലുമൊക്കെ ആക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കും തോന്നണം. ഇപ്പൊ ബൗണ്ടറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൗണ്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തൊക്കെയാ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ബൗണ്ടറീസ് ആണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അത് ഫിസിക്കൽ ബൗണ്ടറീസ് ഉണ്ട്. നമ്മളിപ്പം എല്ലാവരും നമ്മളെ ടച്ച് ചെയ്യുന്നത് നമുക്ക് ഓക്കെ ആയിരിക്കില്ല. നമ്മളിപ്പം ചിലർ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മളതിങ്ങ് നിന്ന് കൊടുക്കും, ഓക്കെ അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ തൊടലോ ആ നോട്ടോ ചിലപ്പോൾ നമുക്കത് ഓക്വേർഡ് ആയിട്ടായിരിക്കും. ചിലരിങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ അവര് വേറെന്തോ ചിന്തിക്കുന്നതായിരിക്കും, പക്ഷെ അവരിങ്ങനെ നോക്കിപ്പോവും, സ്റ്റെയറിങ്. അപ്പൊ നമുക്കത് എന്തിനാ ഇതിങ്ങനെ നോക്കണേന്നൊരു സാധനം ഉണ്ടാകും, പക്ഷെ നമ്മളത് പറയില്ല. ഇപ്പൊ എന്റെ വേറെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ അവരെന്നെ ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യാറില്ല, അപ്പൊ ഇയാളോട് മാത്രം എങ്ങനെ എന്നെ ടച്ച് ചെയ്യരുത് എന്ന് പറയുന്നേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്നിട്ട് നമ്മൾ അവസാനം എന്താ ചെയ്യാ, നമ്മുടെ നല്ല സൗഹൃദങ്ങളുടെ കൂടെ ഈ ആളും കൂടി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ടീമിലേക്ക് പോവാതിരിക്കും. നമ്മൾ അത് വേണ്ട അങ്ങോട്ട് പോകണ്ട, അപ്പൊ നമ്മൾ അപ്പൊ അതിലും നല്ലത് നമ്മൾ കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ മാന്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, എന്നാൽ നമ്മൾ നമ്മുടെ ശരീരഭാഷയിൽ അവരോട് വെറുപ്പോ അല്ലെങ്കിൽ അത്തരം എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലോ ഒന്നും അല്ലാതെ എനിക്കെന്തോ അത് തൊടുമ്പോ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യാണ് എന്ന് നമ്മൾ കൃത്യമായി പറയണം. ഇതിപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ തൊടുന്നത് ഇഷ്ടമല്ലാത്ത മീൻസ് തൊടുമ്പോൾ നമ്മൾ അൺകംഫർട്ടബിൾ ആവുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അപ്പൊ അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര ടച്ചി പേഴ്സണാ. അതായത് അവള് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കെട്ടിപ്പിടിച്ചിട്ടും കയ്യിൽ പിടിച്ചിട്ടും, ഇപ്പൊ സംസാരിക്കുമ്പോഴാണെങ്കിലും അവള് കയ്യിൽ ഇങ്ങനെ തൊട്ട് ഇറ്റ്സ് ഓക്കെ ഇങ്ങനെയൊക്കെ വർത്താനം പറയും. അപ്പൊ സന്തോഷമുള്ള സമയത്താണെങ്കിൽ ചെവിയിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ വർത്താനം പറയും. ഞാനാണെങ്കിൽ നേരെ തിരിച്ചാ, എനിക്കാണെങ്കിൽ ഒരാളെ ഇങ്ങനെ തൊട്ട് വർത്താനം പറയാൻ പറ്റില്ല. അപ്പൊ ഇവള് ഞങ്ങൾ ഏറ്റവും ക്ലോസ് ആയി കഴിയുമ്പോൾ ഓടി വന്ന് ഹഗ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ മതി വിട്ട് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഇവൾക്ക് അതെന്താ ഞാൻ ഹഗ് ചെയ്യുമ്പോ ഇങ്ങനെ പറയുന്നേ, അപ്പൊ അവള് ഇങ്ങനെ തടയുമ്പോൾ ഞാൻ കൈക്ക് മാറ്റിയൊക്കെ വയ്ക്കും. അവൾക്ക് ഇതെന്താ ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇരുന്നിട്ടങ്ങ് സംസാരിച്ചു, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്, ഞാൻ അത്ര ഓക്കെ അല്ല ഇതുപോലെ ആരെങ്കിലും വന്ന് ഹഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കയ്യിലിന് പിടിക്കുന്നതോ എനിക്ക് അത്ര ഓക്കെ അല്ല. അപ്പോൾ അവൾ പറയും, നോക്കി ഞാൻ നേരെ തിരിച്ചാണ്, ഞാൻ ഇഷ്ടമുള്ള ആൾക്കാരെ എപ്പോഴും ഞാൻ ഇങ്ങനെ തൊട്ടിട്ടും തലോടിയിട്ടും ഇങ്ങനെ കൊന്നിട്ട് പിടിച്ചിട്ടും ഒക്കെയാണ് സ്നേഹിക്കുക. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി രണ്ടുപേരുടെ ലവ് ലാംഗ്വേജ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളൊരു സമവായത്തിലെത്തണം. അത് ഓക്കെ നീ വന്ന് കെട്ടിപ്പിടിച്ചോ, ഞാൻ ഓക്കെ, പക്ഷേ അത് അവിടെ നിർത്തിക്കോണം, അത് കഴിഞ്ഞിട്ട് ഈ തോണ്ടിയുള്ള വർത്താനം എനിക്കിഷ്ടമല്ല. അപ്പോൾ അവളും ഓക്കെ, അങ്ങനെ ഒരു സമവായത്തിലെത്തുക. അപ്പോൾ ഈ ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എവിടെ ബൗണ്ടറി വരയ്ക്കണം എന്നുള്ളത് അതിപ്പോൾ നമുക്കൊരു ട്രിഗർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ചിലരുടെ ബൈ നേച്ചറും അങ്ങനെയാണ്. അപ്പം അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് എങ്കിൽ അത് തുറന്ന് സംസാരിക്കുക, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇമോഷണൽ ബൗണ്ടറീസ്, നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് പറയാണ് സൂര്യൻ ഇനി മുതൽ കിഴക്കല്ല
പടിഞ്ഞാറ് ഉദിക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അതിനകത്തേക്ക് കൺവിൻസ് ചെയ്യണം. പക്ഷെ നമ്മൾ വിചാരിക്കുക അതല്ല, നമുക്ക് ഇപ്പുറത്തൊരു നമ്മുടേതായ ഒരു നിലപാട്, കിഴക്ക് തന്നെയാണ് സൂര്യൻ ഉദിക്കുന്നത് എന്നൊരു സാധനം. അപ്പോൾ ആള് നമ്മുടെ തീരുമാനങ്ങളിലേക്കും അഭിപ്രായങ്ങളിലേക്കും ഒരാൾ എത്രത്തോളം വരണം. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഒരു സൗഹൃദം കട്ട് ചെയ്യണം, അപ്പം പറയണം ആള് നിനക്ക് അന്ന് ഇങ്ങനെ ചെയ്തു തന്നു, ഇന്ന് അങ്ങനെ ചെയ്തു തന്നു, പണ്ട് അങ്ങനെ ചെയ്തു തന്നിട്ടില്ലേ, പണ്ടത് ഓക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പണ്ട് നമ്മൾ നിന്ന് കൊടുത്തതായിരിക്കാം. ഇത് നമ്മൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ഇമോഷണൽ ബൗണ്ടറീസ് അത് നമ്മൾ കൃത്യമായിട്ട്, അത് എല്ലാ ബന്ധങ്ങളിലും, ഞാൻ പറയുന്ന എല്ലാ ബന്ധങ്ങളും, അതിപ്പം ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓഫീസ് സ്പേസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ആ ബൗണ്ടറീസ്, ഈ എല്ലാ ബൗണ്ടറീസും നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ടൈം, അതൊരു വലിയ ബൗണ്ടറിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് ആളുകൾക്കൊരു ധാരണ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓഫീസ് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു അരമണിക്കൂർ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പം നമ്മൾ അത് താല്പര്യപ്പെടുന്ന സമയത്ത് ആളിനോട് ചോദിക്കുകയാണ് നീ ഇന്ന് വരുമോ. ഹോസ്പിറ്റൽ കേസിലാണെങ്കിൽ നമ്മൾ പോവില്ല, അല്ലെങ്കിൽ അത്ര അർജന്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. ചിലപ്പോൾ അവർക്ക് ഒരാവശ്യവും ഉണ്ടാവില്ലാത്തൊരു കാര്യത്തിൽ ആയിരിക്കും നമ്മളെ വിളിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ടൈമിന് നമ്മൾ ബൗണ്ടറി വെക്കണം. ഒരാൾക്ക് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അവരെ കേൾക്കണം, എത്രത്തോളം നമ്മൾ അവർക്ക് അവൈലബിൾ ആവണം. അതായത് ചിലപ്പം അവർ ഒരു മണിക്കൂർ ഫോൺ വിളിച്ചിട്ട് അവരുടെ മാത്രം വിശേഷമായിരിക്കും പറയുന്നത്. ഇപ്പൊ നമ്മൾ കരയാണോ, ഇപ്പൊ നമ്മൾ ചിരിക്കുകയാണോ, നമ്മൾ ഓഫീസിലാണോ, നമ്മൾ കഴിച്ചോ കുളിച്ചോ, ഒന്നും അവർക്ക് അറിയണ്ടാവില്ല. ഇത് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരി ഉണ്ട്, ആള് ഓഫീസിൽ നിന്ന് ഭയങ്കരമായിട്ട് മടുത്ത് വരുന്ന സമയത്ത് ആളുടെ സുഹൃത്ത് ഗൾഫിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇവളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ സംസാരിക്കുന്നുണ്ടാകും. ആള് മുഴുവൻ പറയാ ആളുടെ ആ ഗൾഫിലുള്ള കുട്ടിയുടെ പ്രശ്നങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ കുട്ടി ഓഫീസിൽ അന്ന് എന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോന്നോ, അവൾ എവിടെ ഓഫീസിൽ നിന്ന് റൂമിൽ എത്തിയോന്നോ, ഈവൻ ബാഗ് വെക്കാതെ റോഡിൽ നിന്നിട്ടായിരിക്കും ഇവർ സംസാരിച്ച് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ 1 മണിക്കൂർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്വിമ്മിങ് ക്ലാസ്സിന് പോകണമായിരിക്കും. ആ കോള് കാരണം ചിലപ്പോൾ അന്നത്തെ ദിവസം ആ ക്ലാസ് തന്നെ മിസ്സാകും. പക്ഷെ അപ്പൊ ടൈം എവിടെ നമ്മൾ ബൗണ്ടറി വെക്കുക, നമ്മൾ നമ്മുടെ സൗഹൃദത്തില് കൃത്യമായിട്ടൊരു ടൈം ബൗണ്ടറി വെക്കണം. അപ്പം തന്നെ ആ ബന്ധം ഒക്കെ ആള് ഈ സമയത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഒരു സൈഡിൽ മാത്രം നമ്മൾ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി വിളിക്കരുത്. പക്ഷെ ഇത് ഞാനിപ്പോ ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കോൾ അവസാനിക്കുക. നീ എന്തുകൊണ്ട് ഓക്കെ അല്ല എന്ന് ചോദിക്കില്ല. അത് ഇപ്പുറം നിൽക്കുന്ന സുഹൃത്തിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ കേൾക്കുന്നത് ആരാണ്, ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആളുകൾക്ക് ഞാൻ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്നിട്ട് എന്നെ ഒന്ന് കേട്ടില്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ചോദ്യം വരുമല്ലോ. അതും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്ത് തുടങ്ങും. നമ്മൾക്ക് ആര്, ഇതല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു മീ ടൈം ഉണ്ട്, നമ്മുടെ ഒരു ടൈം ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് തന്നെ. ഇപ്പം ചില സുഹൃത്തുക്കൾ വെച്ച് ഇന്ന് കാണാൻ വരാൻ പറ്റും. ഇപ്പൊ ചിലര് ഓക്കെ ബാക്കി എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് ഇന്ന് കാണാൻ പോയിരിക്കും. ഇപ്പുറം നമ്മൾ നോക്കി നിൽക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ട്, അവരോട് നമ്മൾ ചിലപ്പം കള്ളം പറയേണ്ടി വരും. അപ്പൊ ഇതിപ്പം നെസസറി അല്ല. ഇപ്പൊ അത്യാവശ്യമായി അവരെ കാണേണ്ടതില്ല എങ്കിൽ അത് ഇപ്പൊ എനിക്ക് പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറയാം. അതുപോലെ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെറ്റീരിയൽസ് ബൗണ്ടറി. നമ്മുടെ ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പായിരിക്കാം, നമ്മുടെ ചീപ്പായിരിക്കാം. കോമ്പൊക്കെ ചിലർക്ക് ഡാൻഡ്രഫ് ഇഷ്യൂ ഉള്ളവർക്ക് മാറി യൂസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. ലിപ്സ്റ്റിക് ആയിരിക്കാം, നമ്മൾ ഗേൾസിന്റെ ആണെങ്കിൽ ഐലൈനർ ആയിരിക്കാം. അപ്പൊ പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഇതെല്ലാം കൊടുക്കും മറ്റൊരാൾക്ക്, അപ്പൊ എനിക്കും എല്ലാവരുടെയും അതേ സമയത്ത് എടുക്കാം, ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ചിലരിപ്പം ഡ്രസ്സ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായി അത് അലക്കുന്നവരായിരിക്കും, കൃത്യമായി അലക്കി ഉണങ്ങി മടക്കി വെക്കുന്നവരായിരിക്കും. ഈ തുണി അലക്കുന്നത് മാത്രമല്ല, ആ അലക്കി ഉണങ്ങി മടക്കുന്നതിലുണ്ടല്ലോ, നമ്മളൊരു ആഴ്ച ഒരു കസേര കൊണ്ടിട്ട് അല്ലെങ്കിൽ ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇടുന്നൊരു ചിലപ്പോൾ ഒരു സാധനം എടുക്കാനും നമുക്കിവിടെ കൊടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ മെറ്റീരിയൽസ്, ഇപ്പൊ ആൺകുട്ടികൾ എപ്പോഴും പറയുന്നേക്കാം ഞാൻ ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ ആ ഷർട്ട് ഇടണമെന്ന് വിചാരിച്ചിരുന്നു, ഇട്ട് വന്നപ്പോൾ തന്നെ വേറൊരുത്തനെ എടുത്തിട്ട് പോയിന്ന്. അപ്പൊ ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല, എന്റെ ഷർട്ട് ഇട്ടുകൊണ്ട് ദാ പോകുന്നു. അപ്പൊ അവർക്കത് നോ പറയില്ല. അപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും മെറ്റീരിയൽ ഏതൊക്കെ നമ്മൾ അവരതിനോട് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും അത് ഓക്കെ ആയിരിക്കില്ല. പ്രഷറായിട്ട് മാറിയിട്ട് പിയർ പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ, ഓ കഴിഞ്ഞ ആഴ്ച അവൻ്റെ ഷർട്ട് ഞാൻ ഇട്ടതാ, അപ്പോൾ ഇത്തവണ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ എന്ത് ഫീൽ ചെയ്യും? അവൻ്റെ ഞാൻ വാങ്ങിച്ചിട്ട് അവൻ്റെ പഴയ ഷർട്ടായിരിക്കും, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പുതിയ ഷർട്ടും ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഇടാൻ വേണ്ടി ആശിച്ച് മോഹിച്ചെടുത്ത് വെച്ചേക്കുന്നതുമായിരിക്കും. പക്ഷെ കഴിഞ്ഞ ആഴ്ച തന്നതല്ലേ, അപ്പം ഞാൻ നോ പറഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും?
അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഓക്കെ അല്ല എങ്കിൽ അങ്ങനെ പ്രഷറിന്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിക്കുക, ഇടാവുക, ഞാനൊന്ന് ഇട്ടിട്ട് തരാം, ഇടാൻ നോക്കി വെച്ചേക്കുന്നത്, ഇട്ടിട്ട് തരാന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്താണെങ്കിൽ അവനത് മനസ്സിലാവും. അതല്ല എങ്കിൽ പിന്നെ അന്നത്തോടുകൂടി ആ സൗഹൃദം പിന്നെ ഇങ്ങോട്ട് നാടാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയെന്നും വരും. ചിലർ പിണങ്ങിയും പോവാം. ശരിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സാധനങ്ങൾ, ഇപ്പൊ ബുക്സ്, ഞാൻ ഭയങ്കരമായിട്ട് ബുക്ക് കളക്ട് ചെയ്യുന്ന ഒരാളാ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മളിത് ആദ്യം ഞാൻ പറയുക, എനിക്ക് തിരിച്ചു വേണം, തിരിച്ചു തന്നില്ല പ്രശ്നമാക്കും, അതോടുകൂടി നമ്മള് ആകും എന്നുള്ളത് കൃത്യമായി പറയും. പക്ഷെ നമ്മൾ സൗഹൃദത്തിന്റെ പുറത്ത് ചില ആളുകൾക്ക് കൊടുത്ത് എനിക്ക് ഇപ്പോഴും കിട്ടാതിരിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഒരു ടെൻഷനാ. അയ്യോ ആ ബുക്ക് കിട്ടിയില്ല, ഈ ബുക്ക് കിട്ടിയിട്ടില്ല, ഇതെന്താ. എനിക്ക് 1 വർഷമായിട്ടും വായിക്കാൻ കൊണ്ടുപോയ ആളുകൾ വായിച്ചിട്ട് തിരിച്ചു തന്നിട്ടില്ല. ചിലർക്ക് നമ്മൾ ബുക്ക് കൊടുത്താൽ എനിക്ക് പേജ് മടക്കുന്നത് ഇഷ്ടമല്ല. ഞാന് ബുക്കിന് എന്തെങ്കിലും അടയാളങ്ങളൊക്കെ വെച്ച് ബുക്ക് മാർക്കുകളൊക്കെ വെച്ചിട്ടാണ് കൃത്യമായി അത് വായിക്കുക. ചിലർ മൂലയിലൊക്കെ ഇങ്ങനെ മടക്കി വെക്കും. പിന്നെ അവർ ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കും. അപ്പം ബാക്കില് ബൈൻഡ് ചെയ്ത സാധനം അങ്ങോട്ട് ഒരു ചുളുങ്ങി അങ്ങ് പോകും. പിന്നെ അറ്റത്ത് ഇങ്ങനെ ചിലപ്പോൾ അത് ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ അവര് മേക്കപ്പ് ചെയ്യുന്നതിന്റെ അടുത്ത് കൊണ്ടിടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെള്ളം മറിയാം, ബാഗിനുള്ളിൽ കൊണ്ടിടുന്നിട്ട് അരികു മുഴുവൻ മടങ്ങിപ്പോ. എന്നെ സംബന്ധിച്ച് ബുക്കിന്റെ കാര്യത്തിൽ അത് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ബുക്ക് വേണമെങ്കിൽ ബുക്ക് ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഞാൻ എന്റെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ അതിനോട് എനിക്കൊരു ഒബ്സഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആളുകൾ ചിലപ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ചിലര് കൃത്യമായിട്ടത് മനസ്സിലാക്കും, അവൾക്കത് തരാൻ താല്പര്യമില്ല. അപ്പൊ എന്നോടത് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലരോട് എടുത്തോ എന്ന് പറയും, ചിലരോട് ആ ബുക്ക് എന്റെ കയ്യിലില്ല എന്ന് കള്ളം പറയും ഞാൻ. പക്ഷെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ അതുപോലെ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്, അതുപോലെ സൂക്ഷിക്കുമോ എന്നുള്ളൊരു സാധനം ഉണ്ട്. ചിലപ്പോൾ എൻ്റെ അതെനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഏതൊക്കെ മെറ്റീരിയൽസ് അവരെ ഷെയർ ചെയ്യും. ചിലർക്ക് വാച്ച് ഉണ്ടാവില്ല, ചിലർക്ക് ഡ്രസ്സുകൾ, ആരെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സുകൾ, അത് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് നോ പറയുമ്പോൾ, ഞാൻ ചേച്ചിനോട് ഇപ്പൊ നോ പറഞ്ഞാൽ ചേച്ചിക്ക് അത് മനസ്സിലാവണം. ഓക്കെ, ബാക്കി അവൾക്ക് എനിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് പറ്റുന്നുണ്ട്, ഇതെനിക്ക് അവള് തരാത്തതിന്റെ റീസൺ ഇതായിരിക്കാം. പക്ഷെ അത് നമ്മൾ ചില ഫ്രണ്ട്ഷിപ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടാവാനും സാധ്യതയുണ്ട്. അതേ മെച്യൂരിറ്റിയോട് കൂടി നമ്മൾ പറയുന്ന ഈ ഫിലോസഫി അപ്പുറം നിൽക്കുന്ന അവർക്ക് മനസ്സിലാവണം. മനസ്സിലായാൽ അത് സ്മൂത്തായി ഓക്കെ, ഒരു തവണ നല്ല 2 തവണ പറഞ്ഞു കഴിയുമ്പോൾ ഇതെടുക്കാം, ഇതെടുക്കരുത്, ഇവിടെ വരെ എനിക്ക് അവളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാം, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റില്ല. അവളോട് ഞാൻ ഇപ്പൊ അവള് 10 മണിക്ക് പുറത്തുപോയി, ആരുടെ കൂടെ പോകും അത് ചോദിക്കണ്ട, ഓക്കെ നീ സേഫായി തിരിച്ചു വരുമല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ചോദിക്കപ്പെടാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചോട്ടെ. പക്ഷെ ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത് നിർബന്ധമായും പറയേണ്ടി വരരുത്. അതായത് ബന്ധങ്ങൾ ഭാരമായിട്ട് മാറരുത്. അപ്പം അത് 1 തവണ ഓക്കെ അവൾക്കത് പറയാൻ താല്പര്യമില്ല, അയാളുടെ പ്രൈവസിയാണ് എന്നും പറഞ്ഞാൽ അത് എന്റെ സുഹൃത്തല്ലാതാവുന്നില്ല. പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ പറയാതിരിക്കുമ്പം അത് സുഹൃത്ത് അല്ലാതാവുകയാണെന്നുള്ളത്. പക്ഷെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ വളരെ നല്ല സുഹൃത്താണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബൗണ്ടറിനെ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രോപ്പർലി, ഇന്നതുകൊണ്ടാണ്, ഇന്ന ലോജിക്കാണ് അതിൻ്റെ പിന്നിൽ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും നല്ല നല്ല സുഹൃത്തുക്കൾ ആരും തന്നെ അതിനെ ക്രോസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ അവരോട് പറയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഓക്കെ, അത് ഷെയർ ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല, ചോദിക്കണ്ട. അവളായിട്ട് എപ്പോഴെങ്കിലും വന്ന് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളായിട്ട് കുത്തി ചോദിക്കേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ ഒരു കംഫർട്ട് സോണാണ്. അവർക്കറിയാം എവിടുന്ന് എങ്ങോട്ടേക്ക് ആരോടൊക്കെ പറയാം. നമ്മൾ എല്ലാ കാര്യവും ഒരാളോടായിരിക്കില്ല പറയുന്നത്. നമ്മളിപ്പോ വീട്ടിലെ കാര്യം പറയുന്ന നമ്മളൊരു സുഹൃത്തുണ്ടാവാം, നമ്മുടെ പ്രണയത്തിലെ കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ടാവാം, നമ്മുടെ സൗഹൃദത്തിൽ ഉണ്ടാവുന്നത്, ഓഫീസ് സ്പേസിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ റാൻഡമായി നടന്നു പോകുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ് നമ്മൾ ചിലപ്പം വേറൊരു സ്പേസിൽ ഇരുന്നിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എല്ലാം ഒരാളോടായിരിക്കില്ല പറയുന്നത്. അപ്പോൾ ആളുകൾ അത് ആ രീതിയിൽ തന്നെ ഓക്കെ ഇവൾ എന്നോട് ഇന്ന കാര്യങ്ങളാണ് പറയാറ്, ഇവൾക്ക് ഇന്ന കാര്യങ്ങൾ പറയാൻ സ്പേസ് ഉണ്ട്, പറയാൻ അങ്ങോട്ടായിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക്
എനിക്ക് തോന്നുന്നു ആ ബന്ധം ഭയങ്കര ബേർഡൻ ആവില്ല. ചിലപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞില്ലാത്തത് കൊണ്ട്, നീ എന്നോട് അത് പറയാത്തത് കൊണ്ട് പിണങ്ങിപ്പോയി, അങ്ങനെ കുറെ സൗഹൃദങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ടാവും. എന്നോട് പറഞ്ഞില്ല, പക്ഷെ നീ അയാളോട് പറഞ്ഞു. അവര് പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യം അറിഞ്ഞു. ആക്ച്വലി നമ്മൾ ചിലപ്പോൾ അത് പറയാൻ വിട്ടുപോയതാവാം, ചിലപ്പോൾ അത് ബോധപൂർവ്വം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞാൽ അതവിടെ നിൽക്കില്ല എന്ന് കരുതിയിട്ടാവാം. അപ്പൊ അത് എന്നോട് നിന്റെ അച്ഛൻ ഡ്രങ്കേർഡ് ആണെന്ന് അവൻ പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നേ എന്ന് പറയുമ്പോ നമുക്ക് അവനോടുള്ള വിശ്വാസവും പോയി, ഇവളോടുള്ള വിശ്വാസവും പോയി. കാരണം ഇവളോട് പറയാതിരുന്നതിൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒന്ന്, നമുക്ക് ആ ഒരു സിമ്പതി വേണ്ട എന്നതുകൊണ്ടായിരിക്കാം. രണ്ട്, ഇവൾക്കും ഇതുപോലെ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ളത് കൊണ്ടായിരിക്കാം അത് വേണ്ടാന്ന് വെച്ചിട്ട്. എന്ത് കാരണവും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് പറയാനുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ്. അയാൾ എപ്പോൾ ഒന്ന് ഇപ്പുറത്ത് പറഞ്ഞോ അതോടുകൂടി അയാളോടുള്ള വിശ്വാസം പോയി, ഇവിടുത്തെ ബന്ധവും പോയി. രണ്ടുമെണ്ണം. അതായത് നമ്മൾ ഇത് പറയാത്തത് കൊണ്ട്, ഒരു കാര്യം നമ്മളോട് പറയാത്തത് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്ന സൗഹൃദങ്ങളൊക്കെ നമ്മൾ ഇമ്മച്വർ ആയതുകൊണ്ടാണ് അവസാനിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പം എനിക്കൊരു രഹസ്യമുണ്ട്, അപ്പൊ ഞാനിങ്ങനെ പറയാണ്, ഓക്കെ ഇത് ഞാൻ ഇന്ന ആളോട് പറഞ്ഞില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞില്ല, അവളത് പിണങ്ങി പോവോ, ഇത് ഞാൻ പറയേണ്ടി വരും. അപ്പോൾ ഒരു ഒക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഞാനത് പറയേണ്ടി വരിക. ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഈ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടായിരിക്കാം നമ്മളതവിടെ പറയാത്തത്. പക്ഷേ നമ്മളിത് പറയേണ്ടി വരുന്നു. ഈ സൗഹൃദം നമ്മൾ പിണക്കമില്ലാതെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരുന്നു. നമ്മളെ ചില സൗഹൃദങ്ങളും ബന്ധങ്ങളും കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര ഭാരമായി തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് അത് പോവേണ്ടതാണെങ്കിൽ അത് പോവും. പിന്നെ നമ്മളൊരു മനസമാധാനത്തിൽ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാകും, ചിലത് ശരിയാവും, ചിലരുടെ ശരിയാവില്ല. ചെറിയ വിഷമം ഉണ്ടാവും, അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം, ട്രൈ ചെയ്യാം. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, അതിന് സൊല്യൂഷൻ ഇല്ല. അപ്പൊ നമ്മൾ ആ പെയിൻ എടുക്കാൻ തയ്യാറാണ്. ആ പെയിനിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാനുള്ളൊരു ഈ ബൗണ്ടറി വരച്ച് കഴിയുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ കുറച്ച് കാലമായിട്ട് അവന് തോന്നുന്നുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് അവനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണോ എന്ന്. അവന് വേണ്ട സമയത്തൊന്നും അവൈലബിൾ ആയിരിക്കില്ല, ഇമോഷണലി അവൻ ഡൗൺ ആയാലും എന്തായതെന്നൊന്നും ചോദിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം അവൻ തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു, അത് എനിക്കിത് അത്ര സെറ്റായിട്ട് തോന്നുന്നില്ല, ഞാനൊരു ബ്രേക്ക് എടുക്കുവാണ്, വൈകുന്നേരമുള്ള ചായ കുടിയുന്ന എന്നെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കണം, എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ ആ കുട്ടി അതെന്താ അങ്ങനെ, പിന്നെ എനിക്ക് സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് വേറെ ചായ കുടിക്കുമ്പോൾ വേറെ കമ്പനി ഒന്നും ഇല്ല. 1 വർഷമായി നിന്റെ കൂടെ, 2 വർഷമായി നിന്റെ കൂടെ, ഇങ്ങനെ കണക്ക് പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് പെടുത്തിക്കളയും അതിനകത്തേക്ക്. എന്നിട്ട് എനിക്ക് ചായ കുടിക്കുമ്പോൾ വേറെ ആളില്ല, നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വീണ്ടും ചെന്നു. പിന്നെ ഇവനെങ്ങനെ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് മുഴുവനും ആ കുട്ടിയുടെ കാര്യങ്ങളാണ്. ഇവനൊന്നും പറയാനും അവിടെ അവസരമില്ല. ഇവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും ആ പെങ്കൊച്ചിന് അറിയത്തില്ല. കുറച്ച് ഇത് സെറ്റാവുന്നില്ല, എനിക്ക് ആകെ വല്ലാതെ, എനിക്ക് സെൽഫായിട്ട് അവൻ തോന്നി തുടങ്ങുകയാണെങ്കിൽ എനിക്കൊട്ടും വാല്യൂ കിട്ടുന്നില്ല അവിടെ. അപ്പോൾ അവസാനം അവൻ തന്നെ തീരുമാനിച്ചു, ഇത് ശരിയാവുന്നേരം ഞാൻ ഗ്യാപ്പ് എടുക്കുകയാണ് കേട്ടോ എന്നും പറഞ്ഞ് അവനൊരു മെസ്സേജ് ഇട്ടു. അത് നേരിട്ട് പറഞ്ഞിട്ട് ആ കുട്ടി സമ്മതിച്ചില്ല, അപ്പോൾ മെസ്സേജ് ചെയ്തു. പിറ്റേ ദിവസം മുതൽ ആ കുട്ടീനെ കാണുമ്പം ഇവന് ഭയങ്കര വിഷമം. ആ കുട്ടി ഇവനെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവുക ചെയ്യുന്നത്, മൈൻഡ് ചെയ്യുന്നില്ല. ഇവന് ഭയങ്കര വിഷമം, അയ്യോ ഞാൻ കാരണമാണല്ലോ അവൾ ഇപ്പം ഇങ്ങോട്ട് വരാത്തെ, ഞാൻ കാരണമാണല്ലോ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഗ്യാങ്ങിനെ അവൾ മാറിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭീകര ഗിൽറ്റ്. അതായത് ഒരു ബൗണ്ടറി വരച്ച് കഴിയുമ്പോൾ കുറച്ച് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് ഈസ് നാച്ചുറൽ. പക്ഷെ ആ ഗിൽറ്റ് ഫീൽ ചെയ്തു എന്ന് കരുതി നമ്മൾ ആ ബൗണ്ടറി മായ്ച്ചു കളഞ്ഞിട്ട് നമ്മളെടുത്ത നിലപാടിൽ നിന്ന് പിന്മാറരുത്. കാരണം ആ ലൂപ്പിലേക്ക് നമ്മൾ പിന്നെയും വീണ്ടും പോകും. നമ്മൾ ഇതേ ലൂപ്പിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. അതെ, ഉണ്ടാവാത്തടത്തോളം കാലം ആ ലൂപ്പിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല. ആ കുട്ടിക്കും പ്രയോജനമില്ല, ഇവനും പ്രയോജനം. നമുക്ക് അതിനകത്ത് ഹാപ്പിനെസ്സും കിട്ടുന്നില്ല. നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യും. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തതിന് ഇന്നൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു, അപ്പം നാളെ നമ്മൾ അവർ വിളിക്കുമ്പോൾ അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മളോട് കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മളെ തന്നെ പറ്റിച്ചിട്ട് അതിനകത്തേക്ക് പോവുക. പക്ഷെ അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഗുണമില്ല. നമ്മൾ എടുക്കുന്ന ഒരു നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഓക്കെ അവള് 5 മണിക്ക് എണീക്കുന്ന ഒരാളാണ്, അവൾ 5:30 കുളിക്കും, അപ്പൊ നമുക്ക് അതിന് മുന്നേ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കാം എന്ന് നമ്മൾ കൃത്യമായിട്ട്, അപ്പൊ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവുകയാണ്, ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ ഓക്കെ അവള് ഇന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യും എന്നൊരു സാധനത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അല്ലാതെ നമ്മളിങ്ങനെ ആളുകളെ നീ ഇന്ന് 5 മണിക്ക്, ഞാനിന്ന് 5:30, നീ എനിക്ക് 9 മണിക്ക് പോകണം, നിനക്ക് 9 മണിക്ക്, ഞാൻ കുറച്ച് വൈകി പോയിക്കോളാം
കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലായിടത്തും നമ്മൾ ലേറ്റ് കമേഴ്സ് ആയി മാറും. ചിലപ്പോൾ ഓഫീസിൽ നമ്മൾ ലേറ്റ് കമേഴ്സ് ആയി, ഇവർക്ക് അവളല്ലേ, ചില നമ്മൾ കണ്ടിട്ടില്ലേ, അവളല്ലേ അവളെ അഡ്ജസ്റ്റ് ചെയ്തോളും, അവളല്ലേ അതായത് നമ്മള് അവൾക്ക് ബിരിയാണി ഇഷ്ടമല്ല, അതല്ല അവൾക്കല്ലേ, അവള് ചോദിക്കുന്നുണ്ട് കഴിച്ചോളും. സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അവൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അവൻ അവൈലബിൾ ആണോ, അവള് വന്നോളും, അവൻ ഇരുന്നോളും, പോയോളും, നിന്നോളും, എല്ലാം നമ്മൾ വിചാരിക്കുകയാണ്. അവര് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് അവര് ചെയ്തോളും. ഇപ്പുറം നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതോ അവരോട് ഇത് അഭിപ്രായം ചോദിക്കണം എന്നുള്ളതോ അത് അവരുടെ ഒരു ടൈമും അവരുടെ ഒരു കാര്യങ്ങളും ഒക്കെ നമ്മൾ അന്വേഷിക്കണം എന്നുള്ളതോ ഇല്ല. എന്റെ സുഹൃത്താണ്, ഞാൻ തീരുമാനം എടുക്കും. പക്ഷെ ഇപ്പുറം നിൽക്കുന്ന ആളുടെ ബൗണ്ടറി എനിക്കും, ഇപ്പൊ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ബൗണ്ടറി ഉണ്ടാവും. എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം, ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല. നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇക്കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ല, ഓക്കെ ചേച്ചി എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ്, 2 വിൻഡോ സീറ്റ് ആയിരിക്കും, രണ്ടുപേർക്കും വിൻഡോ സീറ്റ് ആയിരിക്കും, ഒരുമിച്ചിരിക്കണം, എനിക്ക് വിൻഡോ സീറ്റ് വേണം. അപ്പൊ ഞാനങ്ങ് ഓക്കെ ചേച്ചി അതിനകത്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കാതെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഞാൻ സിനിമ ഇപ്പം ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നു, ആ നായകന്റെ സിനിമ ചേച്ചിക്ക് ഇഷ്ടം ഉണ്ടാവില്ല തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി, അത് കുഴപ്പമില്ല, അവളല്ലേ വന്നോളൂ. അങ്ങനെ നമ്മൾ എടുക്കരുത്. എനിക്ക് സിനിമ കാണാൻ പോണെങ്കിൽ വരുന്നുണ്ടോ, താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് രണ്ടുപേർക്കും പോവാം. ഇല്ലെങ്കിൽ നമ്മുടെ മറ്റു സൗഹൃദത്തിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ടോ നമ്മൾ പോവാം. എനിക്ക് പാസ്ത കഴിക്കാനാണ് ഇഷ്ടം, ബിരിയാണി കഴിക്കാൻ, പാസ്ത കഴിക്കുന്ന ഫ്രണ്ടിന്റെ കൂടെ പോവാം. അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ബിരിയാണി കഴിക്കുന്ന ഫ്രണ്ട്സ്. ഇഷ്ടമില്ലാത്ത ഒരാളെ ഇഷ്ടമില്ലാത്ത സ്പേസിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരുന്നാൽ അവർക്കും അത് ഓക്കേർഡ് ആവും, നമുക്കും ഇവർക്ക് ഇത് ഓക്കെ അല്ല എന്ന് മനസ്സിലായിട്ട് നമുക്കും ആ നിമിഷം ആസ്വദിക്കാൻ പറ്റാതെ വരും. രണ്ടുപേരും ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ ഇതിന് ഞാൻ വരില്ല, കൃത്യമാണ്. അവിടെ വേറെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കണ്ട, എനിക്കിത് താല്പര്യമില്ല, ഇല്ല, അതിനപ്പുറത്തേക്ക് അതിനകത്ത് വേറെ സംസാരങ്ങളുടെ ആവശ്യമില്ലല്ലോ.